ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ദുബായ് ടു റോയ്സിലേക്ക് ഒരു യാത്ര പോവുകയാണ്, നൈറ്റ് ഡ്രൈവ്. അപ്പം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇത് നമ്മൾ ഈദ് ട്രിപ്പായിട്ടാണ് പോണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് തുടങ്ങുന്നത് നൈറ്റ് 12:30 ഇപ്പോൾ ഇതാ സമയം 12:36 ആയിട്ടുണ്ട്. 2 hours later. നമ്മളിതാ റോയ്സിലേക്ക് പോകാനായിട്ട് അബുദാബി ഷഹാമിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റോയ്സിലേക്കാണ്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് റോഡ് നല്ല തിരക്കിലാണ്. ഇന്ന് ഈദിൻ്റെ ഹോളിഡേ കൊണ്ട് ഒത്തിരി തിരക്കാണ് കേട്ടോ. റോഡ് കംപ്ലീറ്റ് വണ്ടികളാണ്. അപ്പോൾ നമുക്ക് എല്ലാരും ഇപ്പോ നൈറ്റ് ഡ്രൈവ് ചെയ്യാണെന്ന് തോന്നുന്നു. നല്ല റഷ് ഉണ്ട്, നല്ല ചൂടാകട്ടെ. അതുകൊണ്ടാണ് ഈ നൈറ്റിലേക്ക് ആൾക്കാരെല്ലാം നൈറ്റ് ഡ്രൈവ് ആക്കി ചേർക്കുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നൈറ്റ് ഡ്രൈവിന് പോകുന്നല്ലേ. അതെ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 2 മണിക്കൂറായി കാണുമല്ലേ. 12:30 അതെ, ഇപ്പൊ 2 മണി ആവാനായി. അപ്പൊ ഓൺ ദ വേയിലാണ് നമ്മൾ. A few moments later. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രക്ക് പാർക്കിംഗ് ഏരിയയിലൊന്ന് പാർക്ക് ചെയ്തേക്കാണ്. സമയം 3 മണിയായി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കാണാം. നമ്മളിവിടെ അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഇതാ വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ രാത്രി 3:30 അച്ചപ്പം കഴിക്കാനുള്ള പുറപ്പാടിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലൊന്നും ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ മുമ്പല്ല, നേരത്തെ. അതോ ശരിയാണല്ലേ, അവര് നിക്കുന്ന കണക്കുണ്ടല്ലേ. അത് ക്യാമറയാണ് സംഭവം. 1 eternity later. അപ്പോൾ വ്യൂവേഴ്സ്, നമ്മളിതാ റോയ്സ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ റോയ്സിലേക്ക് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് അറിഞ്ഞു വരാത്തതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്കിപ്പോ തോന്നുന്നു കേട്ടോ. 12:30 കയറിയത് 4:45 എത്തിയിട്ടില്ല. മടുത്തു പോകും കേട്ടോ. ഇത് അത്ര എത്തൂല, ഇങ്ങും എത്തൂല, ആരുമില്ല, നമ്മള് മാത്രം. റോഡിലൊന്നും അങ്ങോട്ട് പോകുന്ന ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇത്രയും ദൂരം എക്സിറ്റ് പോലും ഇല്ല ദുബൈയിലോട്ട് പോകാനുള്ള. എങ്കിൽ എപ്പോഴേ വലിഞ്ഞനാകും. അതുകൊണ്ട് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും അവധി ദിവസം വന്നാൽ നിങ്ങൾ വേറെ ദുബായിലുള്ളവര് ദുബായി തന്നെ എൻജോയ് ചെയ്ത് തീർക്കുക. ദുബായ് എന്ന് പറഞ്ഞൊരു സ്വർഗം തന്നെയാണ് കേട്ടോ. ദുബായ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. അടുത്തു ദുബായ്, ഇത് തന്നെ മടുത്തു. A few moments later. അപ്പോ ഇന്ന് റുവൈസിൽ പോയിട്ടൊന്നും നടന്നില്ല. റുവൈസ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയിട്ട് ഇങ്ങ് തിരിച്ചു വന്നു. അവിടെ നിന്ന് നേരെ റുവൈസ് മാളിലോട്ട് തന്നെ 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയൊന്നും യാത്ര ചെയ്യാൻ വയ്യ. കാരണം രാത്രി 12 മണിക്ക് ഇറങ്ങിയിട്ട് രാവിലെ ഒരു 5:45 ആയപ്പോഴാണ് നമ്മൾ റുവൈസിലെത്തിയത്. അപ്പോൾ ഇനി വീണ്ടും അരമണിക്കൂർ യാത്ര ചെയ്യാൻ നമ്മളെ കൊണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് അബുദാബിയിലൊന്ന് അബുദാബി കോർണിഷ് അവിടെ ബീച്ചിൽ സ്വിം ചെയ്ത്. അപ്പോൾ സ്വിം ചെയ്തിട്ട് അങ്ങോട്ട് പോണ പോക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടം വെച്ച് അങ്ങ് വീഡിയോ തീർക്കുകയാണ്. സത്യം പറയല്ല, ഫാമിലി ആയിട്ട് ആരും അങ്ങോട്ടും പോവരുത്. ഇരുന്നിരുന്ന് കുണ്ടി വേദന എടുക്കും. ഉള്ള കാര്യമാണ് പറയണം. ഞാനൊക്കെ ആണെങ്കിൽ കമന്ന് നടന്നിട്ട് വരാൻ വേദന പോകുന്നില്ല. ഭയങ്കര പണിയാണ്, ഭയങ്കര ബോറടിയുമാണ്. ഫുള്ള് ചുറ്റും മരുഭൂമി എല്ലാം ഉള്ളൂ, വേറൊന്നുമില്ല, ബിൽഡിംഗ് ഒന്നുമില്ല, ഒറ്റ കുഞ്ഞുങ്ങളെ പോലും ഇല്ല. ഫസ്റ്റ് അങ്ങോട്ട് പോകുന്ന സമയം കുറേ ആൾക്കാരെല്ലാം കണ്ട്, പിന്നെ കണ്ടില്ല. അപ്പോൾ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.